അസ്സലാമു അലൈക്കും. നമ്മുടെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു സ്ഥലമുണ്ട്, യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനി പള്ളി പോലെ, അതായത് ആ പള്ളിയിൽ ആരും ഉണ്ടാവില്ലല്ലോ, അതുപോലെ കേട്ടോ. അതുപോലെയാണെന്ന് പറയുന്നില്ല കേട്ടോ. എന്താ പറയുക, പള്ളിയിൽ ആരുമില്ല, സൈലൻ്റ് ആയിരിക്കും. അതാണ് നാട്ടിൽ ആ പള്ളി പോലെ എന്ന് പറഞ്ഞത്. എന്താ പറയുക, ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നത് നമുക്കിങ്ങനെ അത് ആ പള്ളിയിലോട്ട് കാല് എടുത്ത് വെക്കുമ്പോൾ അത് മാറും. എന്താല്ലേ, അതൊക്കെ പഠിച്ചവൻ്റെ കുതിരത്താണ്, അതൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ എൻ്റെ ഖുർആൻ എടുത്ത് പിടിക്കുമ്പോൾ അതിൽ കുറച്ച് വരികൾ ഓതുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം അത് ആർക്കും തരാൻ പറ്റില്ല. അതെൻ്റെ റബ്ബിന് മാത്രം തരാൻ പറ്റുള്ളൂ, എൻ്റെ റബ്ബിന് മാത്രം. എൻ്റെ റബ്ബിലൂടെ മാത്രമാണ്, എൻ്റെ റബ്ബിലൂടെ എനിക്ക് എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ റബ്ബിലൂടെ എനിക്കെല്ലാം നേടിയെടുക്കാൻ കഴിയും, ഉറപ്പാ. അതേപോലെ നമ്മളെല്ലാ കാര്യത്തിലും ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. ഒരു പോസിറ്റീവ് അഫർമേഷൻ പോലെ എനിക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ രാവിലെ തന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വീടിനകത്ത്, അതായത് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു, അല്ലറ ചില്ലറ പണികൾ കേട്ടോ, കാര്യമായൊന്നും ചെയ്യേണ്ട വന്നിട്ടുണ്ടായില്ല. പിന്നെ അപ്പോൾ ഓർത്തു പള്ളിയിലൊന്ന് പോയിരിക്കാമെന്ന്. മക്കളെല്ലാവരും ഉറങ്ങായിരുന്നു. അപ്പം തന്നെ ഒരു സുഖം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവാൻ ആ ലിഫ്റ്റിലിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരാശ്വാസമാണ്. എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നേടിയെടുത്ത പോലെ. ശരിക്കും മൈൻഡ് ഫ്രീ ആവാൻ ആര് സ്ട്രഗിൾ ചെയ്യുന്നോ അവർക്ക് വേറെ എവിടെയും ശരിക്കും പോകണ്ട കേട്ടോ. നമ്മുടെ പള്ളി പോലെ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ ആരാധനാലയങ്ങളിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആർക്കും തരാൻ പറ്റാത്ത ഒരു ആശ്വാസം അവർക്ക് തരാൻ പറ്റും. എന്താ പറയുക, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ഒരുക്കാണ്. പുറത്താണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത ചൂട്. പക്ഷെ ആ ചൂടത്തും അൽഹംദുലില്ലാ മാഷാ അല്ലാ, അൽഹംദുലില്ലാ മാഷാ അല്ലാ ബാറക്കല്ലാ, അൽഹംദുലില്ലാ മാഷാ അല്ലാ ബാറക്കല്ലാ. ആ പള്ളിയിൽ പോയി കിട്ടിയ ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു സുഖം കൊണ്ട് എനിക്ക് ആ ചൂടൊന്നും കാര്യമായിട്ട് തോന്നിയില്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അങ്ങനെ പയ്യെ വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ഇതിലാണ്. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും പേറി തിരിച്ച് വീട്ടിലേക്ക്. വീടും ഒരു കുഞ്ഞു വില്ലയിലെ ഒരു റൂമാണ് കേട്ടോ, നമ്മൾ റെൻറ്റിന് എടുത്തതാണ്. എന്താ പറയുക, UAE ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഓരോ പ്രതീക്ഷകളും ആശ്വാസവും ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ. എന്താ പറയുക, കുറേ പേര് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും തീരാതെ വരുമ്പോൾ അവർ തിരിച്ചു പോകും. ബാക്കി കുറച്ച് പേരാണെന്ന് വെച്ചാൽ എന്നെ പോലെ ഇനി ശരിയാവും. എന്താ പറയുക, കോവിഡിൻ്റെ ടൈമിൽ ഒരു കുട്ടി ഇതാക്കിയില്ലേ, അടുത്തത് ശരിയാവും. ആ ഒരു പ്രതീക്ഷയിൽ എത്ര ജന്മങ്ങളല്ലേ ജീവിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ മാത്രമല്ല, എൻ്റെ റബ്ബിലുള്ള വിശ്വാസം ഓരോരുത്തർക്കും ഇതുപോലെ ഉണ്ടാവില്ലേ. നമ്മുടെ റബ്ബ് നമ്മളെ രക്ഷിക്കും എന്നുള്ളത് തീർച്ചയായും ആ ഒരു പ്രതീക്ഷയിലും ആശ്വാസത്തിലും ഞാനും അങ്ങനെ നടക്കുകയാണ്. പിന്നെ എന്താ പറയുക, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പക്ഷേ ഇറങ്ങി വന്ന ഞാനല്ല കേട്ടോ, അൽഹംദുലില്ലാ മാഷാ അല്ലാ. വീടല്ല കേട്ടോ, വീട്ടിലൊരു കുഞ്ഞു റൂമാണ്. എന്നാലും അൽഹംദുലില്ലാ മാഷാ അല്ലാ. ആ ഒരു ഇറങ്ങിയ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളോടുകൂടി വന്ന ഞാനല്ല. എന്താ പറയുക, ഭയങ്കര ഹോപ്പും പ്രതീക്ഷയും വിശ്വാസവും ധൈര്യവും ഒക്കെ. മാഷാ അല്ലാ മാഷാ അല്ലാ, അൽഹംദുലില്ലാ.